ഇന്ന് ഇപ്പോൾ തന്നെ ചിത്തരഞ്ജൻ തുടങ്ങി വെച്ചത് സംസ്ഥാന CPM-ന്റെ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, പരിശോധിക്കും, അതിലൊരു മാറ്റവും ഇല്ല, വ്യക്തിപൂജയില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ് അന്തിമ വാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ചിത്തരഞ്ജൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വേട്ടയാണെന്നോ അല്ലെങ്കിൽ സർക്കാരിനെ ലക്ഷ്യം വയ്ക്കുന്നോ പാർട്ടിയെ ലക്ഷ്യം വയ്ക്കുന്നോ മറ്റ് പാർട്ടികൾക്കെതിരെ ഇല്ലാത്ത വിധം ഈ പാർട്ടി ആക്രമിക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത്, ഞങ്ങളുടെ നിലപാട് പരിശോധിക്കും, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചൊരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ചിത്തരഞ്ജൻ പറഞ്ഞ് രണ്ടാമത്തെ ഭാഗം പറയാൻ പാടില്ല. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഭരിക്കുന്ന 7 വർഷത്തിലധികമായിട്ട് ഭരിക്കുന്ന ആരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലിരിക്കുന്ന ബാക്കി CPM നയിക്കുന്ന മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ, ഭരിക്കുന്ന സർക്കാരിനെതിരെ, ഭരണകൂടത്തിനെതിരെ നിരന്തരമായിട്ട് സമൂഹത്തിൽ നിന്ന് വിമർശനമുണ്ടാകും. എതിർ പാർട്ടികളിൽ നിന്നല്ല, നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടാകും. പന്ന്യൻ രവീന്ദ്രന്റെ മകൻ നിങ്ങളെ വിമർശിക്കുന്നില്ലേ? നയനാരുടെ ഭാര്യയുടെ വിമർശനം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ വിമർശനം ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പാർട്ടിക്കെതിരെ എന്ന് പ്രത്യക്ഷത്തിൽ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ തോൾ ചേർന്ന് നടക്കുന്ന ആളുകൾക്കിടയിൽ പോലും വിമർശനത്തിന്റെ ശരങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇന്നിരിക്കേണ്ട കാര്യം പോലുമില്ല. അതിന് പകരം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ മാധ്യമവേട്ട നടത്തുന്നു, മുഖ്യമന്ത്രിയെ വട്ടമിട്ട് ബാക്കി എല്ലാ ആളുകളും ആക്രമിക്കുന്നു, ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ജനറലൈസ് ചെയ്ത് ഇതിനെ കളയാൻ പാടില്ല. ഇതിനു മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം നടത്തിയിട്ടില്ലേ നിങ്ങൾ? അതിനു മുമ്പ് AK ആന്റണിയെ വിമർശിച്ചിട്ടില്ലേ നിങ്ങൾ? K കരുണാകരനെ വിമർശിച്ചിട്ടില്ലേ? എന്തിന് ഏറെ പറയുന്നു? ഈ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള, നിങ്ങളുടെ പാർട്ടിയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള VS അച്യുതാനന്ദനെതിരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളല്ലേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ? അപ്പോൾ വിമർശനത്തിന് അതീതരായിട്ടല്ല ആരും ഈ കേരളത്തിലല്ല, ഈ രാജ്യത്തല്ല, ലോകത്തുമില്ല. ഭരണാധികാരികൾ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കണം, നിരന്തരം വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കണം. ഈ ഭരണാധികാരികൾ വിമർശനം കേൾക്കുമ്പോൾ മാത്രം എന്താ ഇത്രത്തോളം വിളറി പൂളുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇപ്പം ഭരണാധികാരിയെ കുറിച്ച് മാത്രമല്ല, ഭരണാധികാരിയുടെ മകളെക്കുറിച്ചോ മരുമകനെക്കുറിച്ചോ മരുമകന്റെ അമ്മായച്ചനെ കുറിച്ചോ പോലും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള വിമർശനമോ ആക്ഷേപമോ അഴിമതി ആരോപണമോ വന്നാൽ അതൊക്കെ ഈ സർക്കാരിനെതിരെ, ഈ പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാരെ കോൾമറി കൊള്ളിക്കരുത്. താഴെ തട്ടിലുള്ള സാധാരണപ്പെട്ട സഖാക്കന്മാർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ട്? നിങ്ങളുടെ പാർട്ടി ബംഗാളിലെ പോലെ അസ്തമിച്ച് ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നതല്ല. MT വിമർശിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ? അത് 2004 അന്ന് ഭരിക്കുന്ന AK ആന്റണിക്കെതിരെയുള്ള വിമർശനമാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന MT വാസുദേവൻ നായർക്ക് സ്ഥിരബുദ്ധിയുള്ള, കേരളത്തിലെ മലയാളികൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. സ്ഥിരബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഉൾപ്പെടെ ലോകത്തെല്ലാ ആളുകളും വിശ്വസിക്കുന്ന ഒരാളാണ്. ആ മനുഷ്യൻ 2004 AK ആന്റണിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് 2024 ജനുവരി 13-ാം തീയതി വിമർശനം ഉന്നയിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അദ്ദേഹത്തെ നിങ്ങളൊന്ന് തിരുത്തണം. ലേഖനം എഴുതുന്നത് 2003 ആ ലേഖനം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് AK ആന്റണിക്കെതിരായ വിമർശനം എന്ന് തോന്നാത്തത് എന്ന് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. കാരണം അന്നും അത് അധികാര കേന്ദ്രങ്ങൾക്കെതിരായ വിമർശനം തന്നെയായിരുന്നല്ലോ. അന്ന് അധികാരത്തിലിരിക്കുന്നതും സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നതും മുഖ്യമന്ത്രി ആയിരിക്കുന്നതും AK ആന്റണി ആണെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരാത്തത് എന്നാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. മാധു, എനിക്കതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല. 2004 AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് എഴുതിയ ലേഖനം, ആ ലേഖനം എഴുതപ്പെട്ടപ്പോൾ AK ആന്റണി പറഞ്ഞിട്ടില്ല അത് എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് AK ആന്റണി പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ മാധ്യമവേട്ട എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അത് വീണ്ടും MT വാസുദേവനെ പോലെ ഒരാള് വീണ്ടും ഈ ലേഖനത്തിന്റെ ഭാഗം വീണ്ടും വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് ഇന്ന് കാലിക പ്രസക്തമാണ്. ഇന്നത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ, ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ, നയപരിപാടികൾക്കെതിരെ കാലിക പ്രസക്തമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം വീണ്ടും വായിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കെതിരെയുള്ളതാ? അത് ആർക്കെതിരെയുള്ളതാണെന്ന് മനസ്സിലാക്കുക സാമാന്യ ബോധമില്ലാത്ത ആളാണോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത് തന്നെയാണ്. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന് എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അല്ല,
ഞാൻ അതിലൊരു തർക്കവും പറഞ്ഞില്ലല്ലോ മാധു. അന്ന് അദ്ദേഹം EMS-നെ കമ്പയർ ചെയ്തുകൊണ്ട് AK ആന്റണിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അന്ന് അദ്ദേഹം ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ, റഷ്യയിലെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ തകർച്ചയായിട്ട് കമ്പയർ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ തർക്കിച്ചോ? ഞങ്ങൾ അന്ന് തർക്കിച്ചിട്ടുണ്ടോ? ഇപ്പോഴും തർക്കിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം AK ആന്റണിയാണ് വിമർശിച്ചിരിക്കുന്നെങ്കിൽ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാ. ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. AK ആന്റണിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. MT വാസുദേവൻ നായർ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. ഇന്ന് ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വിമർശന ലേഖനം വായിക്കുമ്പോൾ, പ്രസംഗം വായിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പരസ്യമായി പറഞ്ഞാൽ ഉള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഇത്തരം ഒഴുക്കം മട്ടിലുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പോകുന്നത്. 10-20 വർഷക്കാലം മുമ്പുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമാണ് ഇന്ന് 2 പതിറ്റാണ്ടിന് ശേഷം MT വാസുദേവൻ നായർ പറയുന്നത് എന്ന് പറയുന്ന ഒഴുക്കം മട്ടിലുള്ള മറുപടി കൊണ്ട് ആളുകൾ തൃപ്തിപ്പെടുമെന്ന് വിശ്വസിക്കരുത്. കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്. അതിനപ്പുറത്തുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ പാർട്ടി സെക്രട്ടറി തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ലോജിക്ക്. ചിത്രരഞ്ജൻ ഇപ്പൊ തന്നെ നമ്മോട് സംസാരിച്ചില്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ആര്? മാധുവിനും സന്ദീപ് വാര്യർക്കും എനിക്കും എന്താ വേണ്ടതെന്ന്. നമുക്ക് മൂന്നാൾക്ക് എന്താ വേണ്ടതെന്നല്ല, കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാതെ നമ്മളെ 3 പേരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ചിത്രരഞ്ജന്റെ സംസാരം കേട്ടിരിക്കുന്നത് നമ്മൾ. അദ്ദേഹം പറഞ്ഞത്, മാക്സ് പറഞ്ഞതുണ്ട്, ഭരണവും ഭരണകൂടവും രണ്ടാണെന്ന്. പക്ഷെ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഭരണവും ഭരണകൂടവും ഒന്നാണ്. അത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഉള്ള ആക്ഷേപങ്ങൾ ഈ പാർട്ടിക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് കാണുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ചിത്രരഞ്ജൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അല്ല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. പാർട്ടിയുടെ ലെവി വാങ്ങിക്കൊണ്ട് യാത്ര ചെയ്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്ന പാർട്ടി സെക്രട്ടറി അല്ല അദ്ദേഹം. കേരളത്തിലെ സാധാരണക്കാരുടെ, പൊതുജനങ്ങളുടെ പൊതു ഖജനാവിൽ നിന്നുള്ള നികുതി പണത്തിൽ നിന്ന് സർവ്വ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുസേവകനാണ്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അവകാശവും എല്ലാവിധ ആർജവും പൊതുസമൂഹത്തിനുണ്ട്. അതിനെ നിങ്ങൾ കാണുമ്പോൾ, സത്യം പറയുമ്പോൾ അതിനെ ശക്തമായി നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ, വിമർശനങ്ങളെയൊക്കെ നിങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നിങ്ങൾ പറയുന്നു നിങ്ങൾ എല്ലാ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് LDF വരും, എല്ലാം ശരിയാകുമെന്ന്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർ എല്ലാം ശരിയാക്കാമെന്ന് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ എല്ലാം ശരിയാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. നിങ്ങൾ മുഴുവനായിട്ടും ശരിയാക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബംഗാളിലെ പോലെ ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശരിയാക്കണം. പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മിനിമം ബാധ്യത നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്, ഞങ്ങൾ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ മുന്നോട്ട് വെച്ച സർക്കാരിന് വിഘാതം സൃഷ്ടിക്കില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ പണ്ടുകാലത്തുണ്ടായിട്ടുണ്ട്. മാധുവിനത് അതിലൊരു മാധുവിന്റെ കാഴ്ചപ്പാടിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചെല്ലാനത്ത് കടൽക്ഷോഭം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പമാണ് പോയത്. അതുമാത്രമല്ല, യാതൊരുവിധ ആക്ഷേപങ്ങളും, സർക്കാരിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാനല്ല അദ്ദേഹം പോയത്. കടൽക്ഷോഭം നടന്ന സ്ഥലം സന്ദർശിക്കാനാണ് പോയത്. ക്രിയാത്മകമായി നടപടി ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായാലും CAA സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യത്തിലും സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട കാര്യത്തിൽ നിന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് പ്രതിപക്ഷം സർക്കാർ നടത്തുന്ന മുഴുവൻ തട്ടിപ്പിനും കൊള്ളരായ്മയ്ക്കും കൊള്ളയ്ക്കും ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന് സാധിക്കില്ല. പ്രതിപക്ഷത്തിന്റെ നിലപാട് എപ്പോഴും ജനപക്ഷപരമായിരിക്കണം. ഞങ്ങൾക്ക് ജനങ്ങളോടാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്. സർക്കാരിനെ താങ്ങി നിർത്തലല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം. സർക്കാരിനെ വിമർശിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക. ഇനി പാർട്ടിയും സർക്കാരും ഒന്നാണെന്ന് ഇവർ വരുത്തി തീർക്കാൻ നോക്കുകയാണ്. ഇവിടെ പാർട്ടിയും സർക്കാരും ഒന്നല്ല. ഇവിടെ പാർട്ടിക്കെതിരെ അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നികുതി പണം വാങ്ങിക്കൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന, മാൻഡേറ്റ് വാങ്ങി കടന്നു വന്നിരിക്കുന്ന സർക്കാരിനെതിരെയാണ്. സർക്കാരിനെതിരെ പറയുമ്പോൾ, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ പറയുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മകനും മകന്റെ അമ്മായച്ചനുമെതിരെയൊക്കെയുള്ള വരുന്ന ആക്ഷേപങ്ങളെ തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബംഗാളിലെ ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസുവിന് സംഭവിച്ചതുപോലെ ജ്യോതി ബസു ആദർശത്തിന്റെ നിറകുടമായിട്ട് തിളങ്ങി നിന്നപ്പോൾ ചന്ദൻ ബസു അവിടുത്തെ പാവപ്പെട്ട സഹാക്കന്മാരെ കൊള്ളയടിച്ചുകൊണ്ട് തടിച്ചു വീർത്ത കഥകളെ കുറിച്ച് മഹാശിവത ദേവിയെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തിരിച്ചറിവില്ലാതെ പോയതിന്റെ പേരിൽ 3.5 പതിറ്റാണ്ട് ഭരിച്ച സംസ്ഥാനത്ത് ഇന്ന് പാർട്ടിയുടെ കൊടികെട്ടാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിലേക്ക് IT സെല്ലിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ട് പാർട്ടി പ്രവർത്തകരെ ക്ഷണിക്കേണ്ട, പത്രപരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടി എത്തിച്ചേർന്നു. അതേ സാഹചര്യം കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പാർട്ടിയും സർക്കാരും ഒന്നാണെന്ന് വരുത്തി തീർക്കുന്നത്. മാർക്സ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭരണവും ഭരണകൂടവും പാർട്ടിയും ഒക്കെ
ജയരാജനല്ലേ? ആരാധനയുണ്ട് പിണറായി വിജയനോടെന്ന് പറഞ്ഞത് EP ജയരാജനല്ലേ? കാരണഭൂതന് തിരുവാതിര നടത്തിയത് ആനാവൂർ നാഗപ്പനല്ലേ? നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ P ജയരാജനെ തിരുത്താൻ കാണിച്ച ആർജവം പിണറായി വിജയന്റെ കാരണഭൂതൻ തിരുവാതിര നടത്തിയ ആനാവൂർ നാഗപ്പനെ തിരുത്താൻ കാണിച്ചോ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ എത്രത്തോളം അടിമ വേലയ്ക്ക് തുല്യമായിട്ടാണ് പറഞ്ഞത്. ഇത് സൂര്യന് തുല്യമാണ്, അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്ന്. സാധാരണക്കാരന് അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്നുള്ള ഭീഷണി മുഴക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? പാർട്ടിയിലെ സഖാക്കന്മാർക്ക് വേണ്ടിയിട്ടാണോ അതോ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഇദ്ദേഹം തീയിലൂടെ ഓടുന്ന കുതിരയാണ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് പുറകെ വരുന്ന കഴുകനാണ് എന്നൊക്കെ പറഞ്ഞ് സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ വീഡിയോ വന്നിട്ട് നിങ്ങൾ അതിനെ എതിർത്ത് സംസാരിച്ചോ? ഇത് ഞങ്ങളുടെ ശൈലിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ P ജയരാജന്റെ PJ ആർമിക്കെതിരെ എടുത്ത ആർജവം, നടപടിയെടുക്കാൻ കാണിച്ച ആർജവം, അവരെ വിരട്ടി അവരുടെ പ്രൊഫൈലിന്റെ പേര് മാറ്റിക്കാൻ കാണിച്ച ആർജവം, ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടത്തിയ ഈ ദൈവത്തിന്റെ വരദാനമാണെന്ന് പ്രസംഗിച്ച നേതാവിനെതിരെ, മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായിരിക്കും എന്ന് പറഞ്ഞ നേതാവിനെതിരെ, മന്ത്രിക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെത് തിരുത്താൻ നിങ്ങൾ തയ്യാറായോ? എന്നിട്ട് നിങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾ ഇതിനൊക്കെ സ്വീകരിക്കുന്നത്. നിങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള ബോധ്യമാണ് ചിത്തരഞ്ജന്റെ സംസാരത്തിലൂടെ കടന്നു വരുന്നത്. നിങ്ങൾ പറയുന്നതൊന്ന്, നിങ്ങളുടെ ശരീരഭാഷ മറ്റൊന്ന്, നിങ്ങൾ ചെയ്യുന്നതൊന്ന്, നിങ്ങളുടെ സംസാരം മറ്റൊന്ന്.